ഉണങ്ങാത്തൊരു മുറിവ് കൊണ്ട് ക്യാൻസർ ഉണ്ടാവാം എന്ന് പറയും. എന്തുകൊണ്ട് ഉണങ്ങാത്ത മുറിവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഒരു വലിയൊരു പെർസെൻറ്റേജ് ആളുകളുടെയും ഡയബറ്റീസ് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഡെന്റൽ ക്ലിനിക്കിൽ നിന്നായിരിക്കും. വാ തുറന്ന് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ക്ലോസ് ചെയ്താൽ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷൻ ഉണ്ടാവാം. അതിൻ്റെ ഹെൽത്ത് മോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽത്ത് എങ്ങനെ മോശമാവുന്നു എന്നുള്ളതും വേറൊരു കാര്യമാണ്. മിക്കവാറും കൂർക്കം വലിക്കുന്ന ആളുകളിലും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ അപ്പുറം ഇപ്പുറം ഒരുപോലെ മിറർ ഇമേജ് ആയിട്ട് ഇരിക്കില്ല. എല്ലാ മനുഷ്യർക്കും ജന്മന ഒരു ഏസിമെട്രി ഉണ്ടാവും. പണ്ടൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പല്ല് കമ്പിയിട്ട് ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. ഒത്തിരി പേര് പുറത്താണ്, ചിലപ്പോൾ കമ്പിയിട്ട ആൾക്കാരൊക്കെ പുറത്തായിരിക്കും, പറയാൻ പറ്റില്ല. വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സ്മൈൽ മേക്ക് ഓവർ എന്ന് പറയുന്നത്. ശരിക്കും ജീവിതത്തിൽ ആരെങ്കിലും സ്വർണ്ണപ്പല്ല് വെക്കാറുണ്ടോ? സ്വർണ്ണപ്പല്ല് വെക്കുന്നുണ്ട്. ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ വെച്ചേക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ബ്യൂട്ടിഫുൾ ഗേൾ. ബട്ട് ഈ പല്ലിന്റെ ഏരിയയിൽ ഷി വാസ് നോട്ട് റിയലി ഹാപ്പി. ആൻഡ് പല്ല് മോശമായതുകൊണ്ട് തന്നെ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ അപ്പിയറൻസ്, ഫേഷ്യൽ ഏസിമെട്രി. ഇന്നത്തെ ടോക്കിൽ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തു, 6 months കൂടുമ്പോൾ എന്തെങ്കിലും ഡെന്റൽ ചെക്കപ്പ് ചെയ്യും. കുറെ പല്ലുകൾ കേടായിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഗ്രാൻഡ് ഫാദർ തന്നെ ഫുള്ള് വീട്ടുകാരാണ്. അല്ല, നമുക്കിത് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഗ്രാൻഡ് ഫാദർ ഈ ഫുള്ള് കളഞ്ഞിട്ട് സെറ്റ് വെച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ദിവസം ട്രാവൽ ചെയ്യായിരുന്നു, കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് നിർത്തി ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി കയറി വരുന്നില്ല. പുള്ളി ഭയങ്കര തപ്പലാണ്. എന്താന്ന് നോക്കിയപ്പം പല്ല് ഊരിപ്പോയി. പല്ലാണ് ആ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സംഭവം ശരിക്കും ഈ ഒരു സെറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അത് പെർമനന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര വർഷം കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യണം, അങ്ങനെയുണ്ടോ? ഈ സെറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പല്ലുകളും നഷ്ടപ്പെടുന്ന സമയത്ത്, പണ്ട് നമുക്ക് ഇപ്പം നേരത്തെ ഈ ഇംപ്ലാന്റ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് വായിലൊരു പല്ലിൻ്റെ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈ കോർ സ്പെഷ്യാലിറ്റി, വിച്ച് ഈസ് പ്രോസ്തെറ്റിക്സ് ആണത്. ഈ നഷ്ടപ്പെട്ടു പോയ പല്ലിനെയും എല്ലിനെയും മോണേനെയും റീപ്ലേസ് ചെയ്യുന്ന ആ സെറ്റ് വെച്ചിട്ട്, ആ സെറ്റ് വെക്കുമ്പോഴേ നമുക്ക് അവരായിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഫേസിന്റെ ഹൈറ്റ്, അവർ സംസാരിക്കുമ്പോൾ അവരുടെ വോയിസ്, ഇതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇത്രയും ആരും ശ്രദ്ധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 100% ചൂയിങ് കപ്പാസിറ്റി ഉള്ള ഒരാളുടെ ചൂയിങ് കപ്പാസിറ്റി 20% കുറയും ഡെഞ്ചറിലേക്ക് വരുമ്പോൾ. സോ ഇറ്റ്സ് എ കണ്ടീഷൻ വേർ ദേ ആർ ഹാവിങ് എ പ്രോസ്തെസിസ് ഇൻസ്റ്റെഡ് ഓഫ് ഒരു 32 പല്ലിന് പകരം ഒരു സെറ്റ് വെച്ചേക്കും അവിടെ. ഈ സെറ്റ് അവിടെ ഇരിക്കുന്ന നെഗറ്റീവ് പ്രഷറിലാണ്, അതായത് സക്ഷനിലാണ് ഇരിക്കുന്നത്. ഈ പറയുന്ന പോലെ വോമിറ്റ് ചെയ്ത സിറ്റുവേഷൻ വരുമ്പോഴേക്കും എക്സ്ട്രീം മൂവ്മെന്റ്സ് വരുമ്പം അതിൻ്റെ എയർ സീൽ ബ്രേക്ക് ആയിട്ടാണ് അത് പോയത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് യു ലോസ്റ്റ് ദിസ് തിങ് എന്നുള്ളത്. ബേസിക്കലി ഒരു 3 years to 5 years കൂടുതൽ ഒരു സെറ്റ് വെക്കാൻ പാടില്ല. അത് കഴിയുമ്പോൾ യു ഹാവ് ടു മേക്ക് എ ന്യൂ വൺ. ഇപ്പൊ നമുക്കൊരു 10th standard പഠിക്കുമ്പോൾ ഉള്ള ഷർട്ടാണോ നമ്മൾ ഇടുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ ചേഞ്ച് മോണ ചുരുങ്ങാനുള്ള വെച്ചപ്പോൾ നമ്മുടെ പല്ലിന്റെ ഇപ്പം ടു സേ ആൽവുലർ ബോൺ എന്ന് പറയും, അതായത് ഈ ജോയുടെ അപ്പർ ജോയുടെയും ഒരു എക്സ്റ്റൻഷനിലേക്കാണ് ആ പല്ലിരിക്കുന്നത്. ആ ആൽവലാർ ബോണിന്റെ ജോബ് എന്ന് പറയുന്നത് ഈ പല്ലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ എല്ലിന് അവിടെ ജോലിയില്ല. അതിന് അട്രോഫി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, ചുരുങ്ങും. അപ്പൊ ചുരുങ്ങി വരുമ്പം നമ്മൾ ഡെഞ്ചർ വെച്ചാലും ആ ചുരുങ്ങുന്നത് നടന്നുകൊണ്ടിരിക്കുവാണ്. ആ ചുരുങ്ങുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പം ഇവൻച്വലി നമുക്ക് അത് കുറച്ച് കഴിയുമ്പം നമുക്ക് ചിലപ്പോൾ പുതിയൊരു ചെരുപ്പിടുന്നതിനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും, ഒത്തിരി തേഞ്ഞ പഴയ ചെരുപ്പ്. അപ്പൊ ഇവരിത് വെച്ചോണ്ട് കിടക്കും. പക്ഷെ അത് അങ്ങനെ വെക്കും തോറും അത് കൂടുതൽ പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ എല്ല് കൂടുതൽ ദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡെഞ്ചർ നമുക്ക് മാറ്റി യൂസ് ചെയ്യണം. പക്ഷെ ഇപ്പോഴത്തെ ഇതില് implants, I'm also an implantologist. I've been doing that from like 15 years ആയി ഇപ്പോൾ ഞാൻ ചെയ്യുന്നു. So I would say like implants have totally changed the way people live. ഒത്തിരി പേര് അതിനെ ഇപ്പോൾ 2 ഇംപ്ലാന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ 8 ഇംപ്ലാന്റ് വെച്ചിട്ടോ 6 ഇംപ്ലാന്റ് വെച്ചിട്ടോ ഒക്കെ ഈ ഊരുന്ന ടൈപ്പ് പല്ലിനെ ഫിക്സ്ഡ് പല്ലായിട്ട് മാറ്റിയിട്ടുണ്ട്. their standard of living have changed. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഈ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പം ഒരു 15 to 20 years നമുക്ക് വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംപ്ലാന്റ്സ് ബേസിക്കലി പെർമനന്റ് തന്നെയാ പറയാറല്ലേ. അപ്പൊ 15 to 20 years എന്ന് പറഞ്ഞ ഒരു ടൈം ഫ്രെയിമിനേക്കാൾ കൂടുതൽ പലരും പെർമനന്റ് തന്നെ പറയാം. കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിന്റെ സർവീസ് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ലോങ് ടേമിൽ നമ്മൾ ഇംപ്ലാന്റ്സ് യൂസ് വെക്കാൻ പോകുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു ഇംപ്ലാന്റ് വെക്കുമ്പോൾ? ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് US പോകുന്ന ഒരാൾക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ബ്രാൻഡ്സ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ
അത് വെച്ച് കൊടുക്കാം. ഓൾമോസ്റ്റ് കുറേ ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യയിൽ തന്നെ. ഇന്ത്യയിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് കുറേ നാളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സമയം നിൽക്കുന്ന രാജ്യത്തെ ഏത് ഇംപ്ലാന്റ്സ് ആണ് അവൈലബിൾ എന്നുള്ളതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ദാറ്റ്സ് ദ ജോബ് ഓഫ് ദ ഡെന്റിസ്റ്റ്. അപ്പം അത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ബിക്കോസ് ഇപ്പം നമ്മൾ ഒരു ഷിക്കാഗോയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഇംപ്ലാന്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എമർജൻസി ഒരു ചെറിയ സ്ക്രൂ ലൂസണിങ് വന്നു, അല്ലെങ്കിൽ ഒരു ക്രൗൺ എന്തെങ്കിലും സംതിങ് വിച്ച് ഇസ് അൺപ്രഡിക്റ്റഡ് ആയിട്ട് ഒരു കാര്യം വന്നു, അതിനു വേണ്ടി ഒരു ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് ഇവിടെ വന്ന് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് കുഴപ്പമില്ല, ഇല്ല. അപ്പം അതുകൊണ്ട് ഇൻ ജനറൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രശ്നം ആക്ച്വലി ഒരു 10 year ബാക്കുള്ള പ്രശ്നമായിരുന്നു. ഇപ്പം എല്ലാം എല്ലായിടത്തും ഉണ്ട്. പിന്നെ വെച്ചാൽ അതാത് കൺട്രിയിലെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്രീലി യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റ് ചിലപ്പം ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കൊറിയൻ ഇംപ്ലാന്റ് അവിടെ ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഇന്ത്യയിലെല്ലാം ഒരു പൂളാണ്. യു ഗെറ്റ് മെനി ടൈപ്സ് ഓഫ് ഇംപ്ലാന്റ്സ് ഹിയർ ഇൻ ഇന്ത്യ. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ആ പ്രാക്ടീഷണർ, ആ ഒരു ഇംപ്ലാന്റ് സ്പെഷ്യലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഇംപ്ലാന്റ് പ്രാക്ടീഷണറിന്റെ ജോബാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ സിസ്റ്റം വെക്കുക. അപ്പോൾ ദ കോസ്റ്റ് മൈറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പോൾ പക്ഷേ ദർ ആർ പീപ്പിൾ ട്രാവലിംഗ് ഫ്രം അബ്രോഡ്. ഇപ്പോൾ എനിക്ക് പേഷ്യൻസ് ഉണ്ട്, പുറത്തുനിന്നുള്ള പേഷ്യൻസ് സംടൈംസ് പ്രിഫർ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ് ഇട്ടാൽ മതി. ബിക്കോസ് ദ പ്രൈസ് അവർക്ക് അത്രയും പോകണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ്സ് തന്നെ യൂസ് ചെയ്യാം, അങ്ങനെയും യൂസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം പാൻ മസാല യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവർ, ടൊബാക്കോ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഓറൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അല്ലാത്ത ആളുകൾക്കും ഓറൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഉണങ്ങാത്ത മുറിവ് വായിലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ എപ്പോഴാണ് എന്തൊക്കെ സയൻസ് കാണുമ്പോഴാണ് നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടത്? ഉണങ്ങാത്തൊരു മുറിവ് കൊണ്ട് ക്യാൻസർ ഉണ്ടാവാം എന്ന് പറയും. എന്തുകൊണ്ട് ഉണങ്ങാത്ത മുറിവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു പല്ല് നിര തെറ്റി കിടക്കുമ്പോൾ ഒരു പല്ല് ചരിഞ്ഞിങ്ങനെ ഇരിക്കുക, അത് കോൺസ്റ്റൻ്റ്ലി ഒരു സ്ഥലത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി അതൊരു സ്കാറായിട്ട് ഫോം ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ലീഷനായിട്ട് മാറുമോ ഒക്കെ സംഭവിക്കാം. ഈ ലീഷൻ പിന്നെ ഹീൽ ആവാതെ ഇങ്ങനെ പോയി അവിടെ ഉള്ള സെൽസിൻ്റെ രീതികൾ മാറുന്നു. സ്ലോലി ദേ ഹാവ് ഒരു ചെറിയ ചേഞ്ചസ്, ഒരു ക്യാൻസറസ് ചേഞ്ചിലേക്ക് മാറുന്നു. അങ്ങനെ വരാം. അപ്പം സ്ഥിരമായി ഈ പറയുന്ന മാതിരി മുറിവുകളുണ്ടെങ്കിൽ അത് വൂണ്ടുണ്ടാക്കാം, അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ഏത് പ്രീ ക്യാൻസറസ് കണ്ടീഷൻസിലുണ്ടാവുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് എല്ലാത്തിനും ഇതിൽ തന്നെ കാണിക്കുന്നത്. മിക്കവാറും ഇപ്പോൾ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെ റിലേറ്റ് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആ ഭാഗത്തിനുള്ള പല്ലുകളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. എന്ത് രീതിയിൽ ഇങ്ങനെ കണ്ടാലും നമുക്ക് നോർമലി ബോഡിയിൽ കാണിക്കുന്ന നോർമലി അല്ലാത്ത ഈ ചേഞ്ചസ് ചിലപ്പോൾ റഫനിങ് ആയിട്ട്, അപ്പോൾ കവിളിൻ്റെ ഉൾഭാഗമൊക്കെ കുറച്ച് കട്ടി കൂടിയതുപോലത്തെ ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ കൈ കവിളിലൂടെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ബാൻഡ് ഫോം ചെയ്തേക്കുന്ന സെറ്റ്, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന, കൂടുതലും പാൻ ഉപയോഗിക്കുന്നവർ, അങ്ങനത്തെ ബെറ്റിൽ നട്ട്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാൻ മസാല ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കൂടുതൽ കണ്ടേക്കുന്ന സംഭവം ഇങ്ങനെ ബാൻഡ് ഇങ്ങനെ കൈ ഓടിക്കുമ്പോഴേ കാണാം. വായ ചിലപ്പോൾ ഇവർക്ക് വാ തുറക്കുമ്പോൾ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു റെഗുലറായിട്ട് നമ്മൾ കാണുന്ന സയൻസ് ആണ്. പിന്നീട് മിക്കവാറും ഈ പറയുന്ന 6 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പം മിക്കവാറും ഗംസിൻ്റെ കണ്ടീഷൻസ് കാണുമ്പോൾ ഒരു വലിയൊരു പെർസെൻറ്റേജ് ആളുകളുടെയും ഡയബറ്റീസ് ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഡെന്റൽ ക്ലിനിക്കിൽ നിന്നായിരിക്കും. കാരണം ഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗമ്മിൻ്റെ ടെക്സ്ചറിന് ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് പഠിക്കുന്നത്, വർഷങ്ങളോളം ഇരുന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഉള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതും കൂടെ ഉണ്ട്. ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഡയബറ്റീസിൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പാലറ്റിലൊക്കെ ചെറിയ രീതിയിലുള്ള, ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകളിൽ എന്തെങ്കിലുമൊക്കെ കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ, ഇപ്പോൾ ഹെർപ്പിസ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പല ആൾക്കാരിൽ അവർക്ക് അത് അറിയാതെ അവർ ദേ ബിക്കം എ കാരിയേഴ്സ്. പക്ഷെ നമുക്ക് നോക്കുമ്പം ഈ പെർട്ടിക്കുലർ ലീഷൻ ഈസ് ബിക്കോസ് ഓഫ് ഹെർപ്പീസ്, അല്ലെങ്കിൽ ഒരു വേറൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ വായിൽ നോക്കി അറിയാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ 6 months ഒരു ചെക്കപ്പിൽ അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ടു ഡു. ലൈക്ക് അപ്പോൾ അതിൽ എന്ത് വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് കണ്ടാൽ മനസ്സിലാവുന്ന ആൾക്കാരെ 6 മാസം കൂടുമ്പോൾ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്മോക്കിംഗ് ഒക്കെ ചെയ്യാത്തവർക്കും വരാൻ സാധ്യതയുണ്ടോ? വരാം. അതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ജനറ്റിക് ഫാക്ടർ ഉണ്ട്. ഇപ്പം നമ്മൾ സ്മോക്കേഴ്സിന് നമ്മൾ ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്യുന്നത് പോലും
ജീവിതത്തിൽ ഒരിക്കൽ സ്മോക്ക് ചെയ്തിട്ടുള്ള ആളെയും സ്മോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ കണക്കാക്കുക. ഇതുവരെ സ്മോക്ക് ചെയ്തിട്ടേ ഇല്ലാത്ത ആൾക്കാരും സ്മോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, പിന്നെ അതിലെ ഡിവിഷൻ ഉള്ളൂ. ഇതുവരെ ഒരിക്കൽ മാത്രം സ്മോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇത്ര ഇന്റർവെല്ലിൽ സ്മോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, ചെയിൻ സ്മോക്കേഴ്സ്, അങ്ങനത്തെ ഡിവിഷൻ. അപ്പം ഒരു പ്രാവശ്യം വലിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ദാറ്റ് യു വിൽ ബി ഇൻ ദാറ്റ് കാറ്റഗറി. ഒരു പ്രാവശ്യമെങ്കിലും വലിച്ചിട്ടുള്ള ആൾക്കും അത് വരാം. ഞാൻ ഈ പറയുന്നതിന് ചിലപ്പം ഒരു പ്രാവശ്യം വലിച്ചപ്പോൾ എന്താ പറ്റാന്ന് ചോദിക്കാം, പക്ഷേ യു ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ ഹാസ് എ ഫ്രീഡം ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ. ഓക്കെ, ലോക്ക് ജോ എന്നുള്ളൊരു കേസിലേക്ക് പോവാം. ഇപ്പം ഓഡിയൻസിനായിട്ട് പറയുകയാണെങ്കിൽ ലോക്ക് ജോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ജോയിന്റ് ലോക്കായി പോവുക. അതായത് ഇങ്ങനെ നമ്മൾ അനക്കുന്ന പോലെ ഒരു ഫ്രീ മൊബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ അടഞ്ഞിരിക്കുക, അതാണ് അതിന്റെ ഒരു ഇത്. അപ്പോൾ ബേസിക്കലി ഞാനിപ്പം റീസെന്റ് ആയിട്ട് ഞാൻ കുറെ അധികം ഫോക്കസ്ഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റ്. നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ജോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ജോയിന്റ് ഈ ജോയിന്റ്. നമ്മൾ ഇപ്പം ഒരാളുടെ പോസ്ചറിന് ഇഷ്യൂ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, നമ്മൾ കാണുന്ന MRIയും സംഭവങ്ങളൊക്കെ എടുത്താലും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ജോയിന്റും ഈ ജോയിന്റ്. സോ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ഈ ഒരു ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതിനെ റിലേറ്റ് ചെയ്ത മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവാം, പോസ്ചറൽ ഇഷ്യൂസ് ഉണ്ടാവാം. ബിക്കോസ് വി കറക്റ്റ് ഇറ്റ്. നമ്മൾ മിക്കവാറും അതിന് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ് ഇഷ്യൂസിൽ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്, എയർവേ റിലേറ്റഡ് ഇഷ്യൂസ് വരാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അതിൽ വരാറുണ്ട്. ഈ ലോക്ക് ജോ അല്ലെങ്കിൽ ഇപ്പം ആ ഒരു പർട്ടിക്കുലർ കാര്യം എന്ന് പറയുന്നത് ഈ ജോയിന്റിന്റെ ഉള്ളിലുള്ള ആർട്ടിക്കുലർ ഡിസ്ക് എവിടെ ഇരിക്കുന്നു, അവിടെ സ്റ്റക്കായി പോകുമ്പോൾ വാ തുറന്ന് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ക്ലോസ് ചെയ്ത് തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷൻ ഉണ്ടാവാം ഇഫ് അതിന്റെ ഹെൽത്ത് മോശമാണെന്നുണ്ടെങ്കിൽ. അതിന്റെ ഹെൽത്ത് എങ്ങനെ മോശമാവുന്നു എന്നുള്ളതും വേറൊരു കാര്യമാണ്. അത് മോസ്റ്റ്ലി സംഭവിക്കുന്ന ഡെന്റൽ ഇഷ്യൂസ് കൊണ്ട് തന്നെയും സംഭവിക്കാം. മിക്കവാറും കൂർക്കം വലിക്കുന്ന ആളുകളിലും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ വാ തുറന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരിൽ ഒരു നാക്കിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലായിരിക്കും. നാക്കിന്റെ പൊസിഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പല്ലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിരയുള്ളതിന് ചിലപ്പോൾ ചുരുങ്ങി വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ നാക്കിന് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അപ്പൊ വാ തുറന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ മൂക്കിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ടോൺസിൽസ് ഉണ്ടെങ്കിൽ, അഡിനോയിഡ്സ് ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ റിലേറ്റഡ് ആണ്. അതിനെ റിലേറ്റ് ചെയ്ത് ഈ ജോയിന്റിലും ഇഷ്യൂസ് വരും. അതായത് ബൈറ്റ് കടി വരുന്ന അപ്പർ ലോവർ ടീത്ത് തമ്മിലുള്ള ബൈറ്റിന്റെ പൊസിഷൻ, ബൈറ്റും അതിന്റെ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളും കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിലും ഈ ജോയിന്റിൽ ഇഷ്യൂസ് വരാം. അതുകൊണ്ട് മാത്രം ഇങ്ങനെ പ്രോബ്ലംസും ഉണ്ടാവാം. ബേസിക്കലി ഇതിനൊരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ട് ഡെന്റിസ്ട്രി തന്നെ. ഇറ്റ്സ് സർജറി ഡിപ്പാർട്ട്മെന്റ് ദർ ഇസ് എ ട്രെയിനിങ്. ബിക്കോസ് ഈ ജോയുടെ ഈ ലോക്ക് ജോ വരുന്ന സമയത്ത് അതിന് കൃത്യമായി ഇപ്പൊ കൈ കുഴ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിടിച്ചിടുന്നത് പോലെ തന്നെ ഇതൊരു കുഴയാണ്, അല്ലെങ്കിൽ ഇതൊരു ജോയിന്റ് ആണ്. ആ ജോയിന്റിൽ നിന്ന് അതിനെ ഒന്ന് ഊട്ടിട്ട് തിരിച്ച് അതിലേക്ക് പ്ലേസ് ചെയ്യാന്നുള്ളത് നോർമലി മോസ്റ്റ് ഓഫ് ദ ഡെന്റിസ്റ്റ് ഗെറ്റ് ട്രെയിനിങ് ഫോർ ദാറ്റ്. നമ്മൾ വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ല ആ പരിപാടി അല്ലേ? വീട്ടില് ചെയ്യാൻ ശ്രമിക്കുന്നതിനൊക്കെ നല്ലത് ഒരു ഡെന്റിസ്റ്റിനെ അറിയാവുന്ന ആൾക്കാർ. ഇപ്പൊ ഡെന്റിസ്റ്റുമാർ ഒരുപാട് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സർജന്റെ അടുത്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഡോക്ടർ, പിന്നെ നമ്മളിപ്പം ഫോട്ടോ എടുക്കുമ്പോൾ പലരും ഒരേ ഏരിയ കണ്ടു വെച്ചിട്ടില്ല. ഇപ്പൊ എന്റെ ആണെങ്കിൽ ലെഫ്റ്റ് ആണ്. ഇപ്പം ഞാൻ ഈ ചെയറിലായത് എന്റെ ഭാഗ്യം. ഇപ്പൊ ഡോക്ടറിന്റെ ചെയറാണ് ഞാൻ പെട്ടേനെ. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ സ്മൈൽ മേക്ക് ഓവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഈ പല്ലിന്റെ മാത്രമല്ല, എവിടെ ഒരു ചീക്കിന് ഒരു അസിമെട്രി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്മൈൽ മേക്ക് ഓവറിൽ നമ്മൾ ഈ ചീക്കിന്റെ അസിമെട്രി ഉൾപ്പെടെ നമുക്ക് ബേസിക്കലി അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് പ്രാക്ടീസ് യു ഹാവ്. ഇപ്പം DFARC എന്ന് പറയുന്നത് ഒരു ഡെന്റോ ഫേഷ്യൽ എസ്തെറ്റിക് റീജുനേഷൻ സെന്റർ ആണ്. DFARC എന്ന് പറയുന്നത് ഡെന്റോ ഫേഷ്യൽ എസ്തെറ്റിക് റീജുവനേഷൻ. അപ്പം ബട്ട് വി ആർ മോർ ഇൻ ടു എ നോൺ സർജിക്കൽ ഏരിയ. സർജിക്കൽ ഏരിയയിൽ വേറെ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ അപ്പുറം ഇപ്പുറം ഒരുപോലെ മിറർ ഇമേജ് ആയിട്ട് ഇരിക്കില്ല. എല്ലാ മനുഷ്യർക്കും ഒരു ജന്മന ഒരു ഏസിമെട്രി ഉണ്ടാവും. നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ രണ്ട് സൈഡും വേറെ വേറെ സൈസും ഷേപ്പും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ എഴുതിയെടുക്കാൻ തുടങ്ങിയ ചിലപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഫേസിൽ അതുപോലെ തന്നെ നമ്മളൊരു ബാലൻസിൽ ഒരു ആനച്ചന്തത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. എല്ലാവരും അത്ര പെർഫെക്റ്റ് ആവണം എന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി സം പീപ്പിൾ ഗെറ്റ് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരു സൈഡ്.
ഒരു ഫിസിയോളജിക്കൽ അസിമെട്രി എന്ന് പറയും. നോർമലി ഉണ്ടാവുന്ന ഒരു അസിമെട്രി ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ഭാഗത്ത് ഒരു അസിമെട്രി ഉണ്ടാവും. ചിലപ്പോൾ ജോയുടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അസിമെട്രി ഉണ്ടാവും. അപ്പം നമുക്ക് നോൺ സർജിക്കലി ഫേഷ്യൽ സിമെട്രി കൊണ്ടുവരാൻ പറ്റും. You can do it with fillers. You can also do it with certain dental procedures like orthodontics വെച്ച് ചെയ്യാം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം TMJയുടെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇത് വരാം. താടിയുടെ പൊസിഷൻ, താടി എന്ന് പറയുന്നത് ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെ മൂവ് ചെയ്യാവുന്ന ഒരു ജോയിന്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ജോയിന്റ്. ആ ജോയിന്റിൽ ഏതെങ്കിലും ഒരു സ്ട്രെയിൻ വന്നിട്ടുണ്ട്, ഏതെങ്കിലും മസിൽസ് കുറച്ച് പുള്ള് കൂടുതലുണ്ടെങ്കിലും അതിന്റെ പൊസിഷൻ ചരിയാം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് എല്ലാത്തിനും നമുക്ക് ഫില്ലർ ഒക്കെ വെച്ച് കറക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ചിലപ്പോൾ അസിമെട്രി വന്നിട്ടുണ്ട്, നമ്മൾ അതിനെയൊക്കെ ഫില്ലർ വെച്ച് കറക്റ്റ് ചെയ്തു. പക്ഷെ ഇവർക്ക് ഉള്ളിലുള്ള ഒരു പ്രോബ്ലത്തിന് പിന്നെ ട്രീറ്റ് ചെയ്യേണ്ട വന്നു കഴിയുമ്പോൾ അത് കറക്റ്റ് ആകുമ്പോൾ പിന്നെ അസിമെട്രി ആവും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ വെരി ഡീപ്പ് നോളജ് അബൌട്ട് ഹൗ ദി അസിമെട്രി ഹാപ്പൻഡ്. അപ്പോൾ അത് ഡെവലപ്മെന്റലാണോ, ഫിസിയോളജിക്കലാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ, അതോ നോർമലി ഉള്ള ഒരു ചെറിയ ഒരു ഇംബാലൻസ് മാത്രമാണോ, സർജിക്കല് വേണോ നോൺ സർജിക്കല് വേണോ എന്നുള്ളതിന് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൗ ദിസ് ജോ വർക്ക്സ്. അപ്പം ഈ ജോയുടെ പൊസിഷൻ കാരണം ഏസിമെട്രി ഫീൽ ചെയ്യാം, ഗ്രോത്ത് പ്രോപ്പർ അല്ലെങ്കിലും ഫീൽ ചെയ്യാം. അപ്പോൾ സോ ഡെഫിനറ്റ്ലി ഇഫ് യു വാണ്ട് ടു ട്രീറ്റ് യുവർ ഫേഷ്യൽ ഏസിമെട്രി, ഗോ ടു എ പേഴ്സൺ ഹു ഹാസ് really got trained in it. അത് ഇതിന്റെ ജോയുടെ ഗ്രോത്തിനെ കുറിച്ചും ഇതിന്റെ ഫംഗ്ഷനാലിറ്റിനെ കുറിച്ചും ഇതിന്റെ പൊസിഷനെ കുറിച്ചും മനസ്സിലാക്കുന്നത്. കാരണം ചിലപ്പോൾ ഒരാളുടെ ജോ അസിമെട്രി വന്നേക്കുന്നത് ചിലപ്പോൾ അവരുടെ TMJ ഇഷ്യൂ കാരണം ആയിരിക്കാം. ആ ജോയിന്റിന്റെ ഇഷ്യൂ കറക്റ്റ് ചെയ്യുന്നതോടെ അവരുടെ അസിമെട്രി പോയി കിട്ടും. അതിന് ചിലപ്പോൾ ഒരു എസ്തെറ്റിക്സ് മാത്രം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവര് ഫേസ് താടി നീട്ടാനും ഇത് കറക്റ്റ് ചെയ്യാനും മാത്രമേ നോക്കുകയുള്ളൂ. മനസ്സിലായോ? ദാറ്റ് ഈസ് ബിക്കോസ് എ ലിമിറ്റേഷൻ ഓഫ് നോളജ്. യു ഷുഡ് നോ ദാറ്റ് your condition need to be diagnosed properly. ഓക്കെ ഡോക്ടർ, നമുക്കിപ്പം ഈ സ്മൈൽ മേക്ക് ഓവറിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാമോ? അപ്പം സ്മൈൽ മേക്ക് ഓവർ എന്ന് ശരിക്കും താങ്കൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? മൊത്തത്തിൽ ഒരാളുടെ ചിരി നന്നാക്കി എടുക്കാൻ അല്ലേ? അപ്പൊ ഈ ചിരി നന്നാക്കാൻ, ചിരി എന്തുകൊണ്ട് ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് അവരുടെ ടൈം കൺസ്ട്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഇൻട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഷുഡ് നോ ദാറ്റ് ഇഫ് ആ പേഷ്യൻ്റെ ചീഫ് കംപ്ലൈൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കോൺഫിഡൻസ് ഇല്ല. There could be something which they say is, I don't have confidence. Why you don't have confidence? Because എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുവാണ്, എനിക്ക് സ്മൈൽ മേക്ക് ഓവർ വേണമെന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ പല്ല് കമ്പി ഇടേണ്ട വന്നേക്കാം, ചിലപ്പോൾ ഒരു എലോബറേറ്റ് പ്രോസസ്സ് വേണ്ടി വന്നേക്കാം. ഓക്കെ, അതിനുശേഷം ചിലപ്പോൾ സ്മൈൽ ഡിസൈൻ വേണ്ടി വന്നേക്കാം. വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സ്മൈൽ മേക്ക് ഓവർ എന്ന് പറയുന്നത്. നമുക്കിപ്പം ഞാൻ ഒരേ പണി തന്നെ എല്ലാവർക്കും ചെയ്യാന്നുള്ള പോലെ അല്ല, ഓരോ ആളുകളിലും അത് ഡിഫറെന്റ് ആണ്. സോ മേ ബി ഫോർ യു, ഇഫ് യു വോണ്ട് ടു ടെൽ മീ ലൈക്ക് എനിക്ക് എൻ്റെ പല്ലൊന്ന് ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഐ മൈറ്റ് സേ ഗോ ഫോർ വെനിയേഴ്സ്, വിച്ച് വുഡ് ടേക്ക് ഒരാഴ്ചയിലെ സമയം ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ടൂത്ത് മോഡിഫിക്കേഷൻ വളരെ കുറവായിരിക്കും, സിമ്പിളായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. കളർ ഫേസിന്റെ ഷേപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ ചിലപ്പം ഫേഷ്യൽ എസ്തെറ്റിക് പ്രൊസീജിയേഴ്സ് കുറച്ച് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് എന്തോരം ആഗ്രഹം ഉണ്ടെന്നും ആവശ്യമുണ്ടെന്നും എന്തോരം പറ്റും എന്നുള്ളതനുസരിച്ച് വ്യത്യാസം വരും. പല്ലുകളുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ആയിരിക്കും ചിലപ്പം ഒരാളുടെ പ്രശ്നം. അത് ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എല്ലാ ഗ്യാപ്പുകളും അടയ്ക്കാൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് പറ്റും എല്ലാ ഗ്യാപ്പ് അടയ്ക്കാൻ. 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഗ്യാപ്പുകളെല്ലാം ചെയ്യാൻ പറ്റും കോമ്പോസിറ്റ് വെച്ചിട്ട്. എന്നാൽ ചില ആളുകൾക്ക് അത് പോരാതെ വരും. ഇറ്റ്സ് എൻ എലോബറേറ്റ് ഏരിയ. സോ സ്മൈൽ മേക്ക് ഓവറിന്റെ പ്രോസസ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഡയഗ്നോസിസ് ആണ് നമുക്ക് ആദ്യം വേണം. ഈ പേഷ്യന്റിന് എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ കാര്യം വരുന്നു, എന്താണ് ഇവരെ അലട്ടുന്ന പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, ഈ പ്രോബ്ലം എന്തുകൊണ്ട് ഉണ്ടായി, ആ ഉണ്ടായ കാരണം മാറണം. ഇപ്പൊ ഞാൻ ഇപ്പം പല്ല് പൊങ്ങിയതിന്റെ കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ 2 പല്ല് താത്തുവാണ്, ആ പല്ല് പിന്നെയും പൊങ്ങി വരും. വൈ ഈസ് ദാറ്റ് ഹാപ്പനിങ്? അങ്ങനെ 3 സ്ഥലത്ത് പല്ല് കമ്പിട്ട് 4 സ്ഥലത്തും കമ്പിട്ട് തിരിച്ചു വന്നേക്കുന്ന ആളുകളുണ്ട്. ദാറ്റ് മൈറ്റ് ബി എ സിറ്റുവേഷൻ വേർ ദേ ഹാവ് ഫോർഗോട്ടൺ അബൌട്ട് ദി എയർവേ. പേഷ്യന്റിന്റെ എയർവേ, പേഷ്യന്റ് വാ തുറന്ന് നടന്നുറങ്ങുന്ന ആളാണ്, എല്ലാം ചെയ്യുന്നത്, പിന്നെയും പല്ല് പൊങ്ങുന്നു. എങ്ങനെ സ്മൈൽ മേക്ക് ഓവർ ചെയ്യും? പിന്നെയും പഴയ അവസ്ഥയിലേക്ക് ആ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവരുടെ എയർവേനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആർച്ച് എക്സ്പാൻഷനും സംഭവങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് സമാധാനത്തിൽ ഈ ഒരു പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടുത്ത പോസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പേഷ്യന്റിനും ഡിഫറെന്റ്.
പക്ഷേ ഇൻ ജനറൽ പറയുവാണെങ്കിൽ ഇപ്പം എനിക്കൊന്ന് ഭംഗിയാവണം. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിൽ ആ പേഷ്യൻറ്റിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് അതിനൊന്ന് കൺസൈസ് ആയിട്ട് എടുത്തിട്ട് ക്വിക്കായിട്ട് വേണം എനിക്ക് ക്വിക്കായിട്ടുള്ള ഒരു കറക്ഷൻ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാം. അവിടെ നമുക്ക് സ്മൈൽ ഡിസൈൻ കൊണ്ടുവരാം. വേർ യു ക്യാൻ യൂസ് കോമ്പോസിറ്റ്, മേ ബി യു ക്യാൻ യൂസ് വെനിയേഴ്സ്, ക്രൗൺസ്, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല ലോങ് ടേമിൽ പല്ലിനെ താത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. പല്ല് പൊങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പല്ലിന്റെ നിര തെറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞ ഒരു കൂർത്ത പല്ല് ചരിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പല്ല് കമ്പിയിടാം. അല്ലെങ്കിൽ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അലൈനർ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ആണെങ്കിലും അലൈനേഴ്സ് ഇപ്പോൾ സുലഭമായിട്ട്. ഡോക്ടർ, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പല്ല് കമ്പിയിട്ട ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് വളരെ ചുരുക്കം. ഇത് നാട് വിട്ട് ഈ ആളുകൾ കമ്പിയിടാനുള്ള ആളുകൾ പോയതുകൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാവരും ക്ലിയർ? ഇപ്പൊ ഒത്തിരി പേര് പുറത്താണ്, ചിലപ്പോൾ കമ്പിയിട്ട ആൾക്കാരൊക്കെ പുറത്തായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ഇൻ ജനറൽ ഞാൻ പറയുകയാണെങ്കിൽ പല്ല് കമ്പി ഇടുന്നതിനേക്കാൾ ഒരുപാട് കംഫർട്ടബിൾ ആണ് നമുക്ക് അലൈനർ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സിമിലർ റിസൾട്ട്സ് നമുക്ക് കിട്ടും. ചില കേസസിൽ ഈവൻ ബെറ്റർ റിസൾട്ട്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മേ ബി അവരുടെ മാർക്കറ്റിംഗ് ആയിരിക്കാം. പക്ഷേ ഐ വുഡ് സേ നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റ് ഓർത്തഡോണ്ടിസ്റ്റ് ചെയ്യുന്ന വർക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഒരു കേസ് ചെയ്യുമ്പോൾ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അലൈനേഴ്സ് ഒരു 80% മോർ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രേസസിനെക്കാളും. കാരണം ഭയങ്കര കംഫർട്ട് ഓഫ് യൂസ് ആണ്. പേഷ്യൻസും ആൾക്കാരുടെ മുമ്പിൽ പോകുമ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ല, ആരും അറിയുന്നില്ല, ട്രാൻസ്പെറന്റ് ആണ്, അറിയുന്നില്ല. ലോകത്തെ എവിടെ ട്രാവൽ ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിലും ദേ ക്യാൻ ഡു അലൈനേഴ്സ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം എൻ്റെ ഒരുപാട് പേഷ്യൻസിന് അത് ബിക്കേം എ ബ്ലെസ്സിങ് ദാറ്റ് ദേ കുഡ് ഡു ദിസ് ട്രീറ്റ്മെന്റ്. നമ്മളിപ്പം സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ ഈ സ്വർണ്ണപ്പല്ല് നമ്മൾ ഇടിക്കുമ്പോൾ പല്ല് തെറിച്ച് പോവുക, കുറച്ച് കാശുണ്ടായിട്ട് വേണം സ്വർണ്ണപ്പല്ല് വെക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ ശരിക്കും ജീവിതത്തിൽ ആരെങ്കിലും സ്വർണ്ണപ്പല്ല് വെക്കാറുണ്ടോ? സ്വർണ്ണപ്പല്ല് വെക്കുന്നുണ്ട്. ഡോക്ടർ വെച്ചിട്ടുണ്ടോ? ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ വെച്ചേക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഗോൾഡ് വെച്ചത് ഞാൻ ഇന്നാളെ ഐ ഹാഡ് എ ടോക്ക് വിത്ത് മൈ ലാബ് ലൈക്ക് ഡു ദേ ഡു, ബിക്കോസ് എനിക്കൊരു എൻക്വയറി വന്നായിരുന്നു സ്വർണ്ണപ്പല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് കൊണ്ട് തരട്ടെ എന്ന് വെച്ചു. ബട്ട് ദാറ്റ് ഇസ് ട്രൂലി ദാറ്റ് ഹാപ്പൻസ്. ഹെവിലി റിച്ച് ആയിട്ടുള്ള ഒരുപാട് പേര് സ്വർണ്ണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അവർ ഡ്രസ്സ് എടുക്കുന്നതിലും കുറെ ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ടാവും, കാർ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നു. നമ്മുടെ പല്ലും കൂടെ എന്തിനായിട്ട് കുറയ്ക്കണം. ഇതിപ്പോ നമ്മളൊരു ക്രൗൺ ചെയ്യുന്ന ഒരു മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഈസ് ഓൾസോ എ മെറ്റൽ, ഇറ്റ് ക്യാൻ ബി ഡൺ, ചെയ്യാൻ പറ്റും. അതുപോലെ ജ്വല്ലറീസ്, ടൂത്ത് ജ്വല്ലറീസ് വെക്കുന്നുണ്ട്, ഡയമണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോൺസ് വെക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾ ഫാൻസി കൈൻഡ് ഓഫ്. ഇപ്പം നമ്മുടെ ഒരുപാട് കാശുണ്ട് നമുക്ക് വെക്കാം. ഇപ്പം ഡോക്ടർ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഏത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് ഡോക്ടറിനൊരു ആത്മസംതൃപ്തി കിട്ടില്ല? അതായത് പേഷ്യന്റ് ഭയങ്കരമായിട്ട് താങ്ക് ചെയ്ത് അവരുടെ ഭയങ്കര ഒരു പ്രോബ്ലം മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ റീസെന്റ് ഹാവ് ഡൺ ഫോർ എ ഡോക്ടർ. ഷി വാസ് ക്രൈങ് because she's a beautiful girl, but ഈ പല്ലിന്റെ ഏരിയയിൽ she was not really happy and she was not into relations, she was not exploring herself as a professional. ഒന്നും ചെയ്യാൻ പറ്റില്ല, most of the time in mask. Confidence നഷ്ടപ്പെട്ടു പോകുന്നത്. So if you come to my practice, I would see a lot of people without confidence and I go for that എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഐ ഗോ ടു ദാറ്റ് പോയിന്റ് ടിൽ ദേ ആർ ഹാപ്പി ഫോർ ഇറ്റ്. ഐ ഹാവ് സീൻ പീപ്പിൾ ക്രൈയിങ് ദാറ്റ് ദേ ആർ ഹാപ്പി. അത് ഒരുപാട് കേസസിൽ ഇപ്പൊ ഇനി എനിക്ക് ചിരിക്കാം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ദർ ആർ സിറ്റുവേഷൻസ് വേർ വി ട്രീറ്റഡ് TMJ ഇഷ്യൂസ് വിച്ച് വെർ നോട്ട് നോട്ടിസ്ഡ്. നേരത്തെ നോട്ടിസ്ഡ് ആവാതെ ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ചെയ്ത് സൈക്കോളജിക്കലി ഡൗൺ ആയിട്ട് കിടന്നിട്ട് നമുക്ക് ജോയിന്റിനെ കറക്റ്റ് ചെയ്ത് ബൈറ്റ് കറക്റ്റ് ചെയ്ത് സ്മൈല് കറക്റ്റ് ചെയ്തപ്പം ആശ്വാസം കിട്ടിയതിനെ കുറിച്ച് ഒരുപാട് പേര് റിവ്യൂസ് ടു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് മെനി ഓഫ് ദം ഇഫ് യു സീ മൈ ഇൻസ്റ്റാഗ്രാം, അവർ പറയുന്ന ഞാൻ വാട്ട് ഐ ടെൽ ദം, ഐ എം നോട്ട് ടെല്ലിങ് എനിത്തിങ്, വാട്ട് ട്രൂലി യു ഫെൽറ്റ് യു ടെൽ. അത് പറയാൻ കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട്, കുറച്ച് പേർക്ക് പറയാൻ മടിയുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് ആരൊക്കെയോ ആ ബുദ്ധിമുട്ട് മാറിയെന്ന് പറഞ്ഞപ്പോഴാണ് മറ്റു പലരും അതിലേക്ക് മുമ്പോട്ട് വരുന്നത്. എൻ്റെ അടുത്ത് ഒരു ചേച്ചി, ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോയിൽ ഒരു പേഷ്യൻ്റ് പറഞ്ഞു ദാറ്റ് ഐ ഹാഡ് ഇൻ ഇഷ്യൂ, മാറി ഇപ്പോൾ ശരിയായപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കൊരു ബൂസ്റ്റ് വന്നു, എനിക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ഷി വാസ് ലൈക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം റിയലി ഹാപ്പി. ലൈക്ക് അവർ പലപ്പോഴും അവരെ തന്നെ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന്
മുന്നിലേക്ക് വരാനുള്ള ഒരു സെൽഫ് റെസ്പെക്ട് കൂടുന്ന ഒരു ടൈമാണ് അത്. അത് ഒരു ഒരുപാട് ഇൻഹിബിഷനിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. യു വോണ്ട് ബിലീവ് ഇമോഷണലി അത്രയും എഫക്റ്റഡ് ആവും. ഒത്തിരി ഡിപ്രഷനിൽ, പല്ല് മോശമായതുകൊണ്ട് തന്നെ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ അപ്പിയറൻസ്, ഫേഷ്യൽ എസിമെട്രി കറക്ഷൻ കഴിഞ്ഞാൽ തന്നെ യു ഡോണ്ട് നോ ഹൗ പീപ്പിൾ റിയാക്ട് ടു ഇറ്റ്. ഞാൻ ഒരു പോയിന്റിൽ ഐ നെവർ യൂസ് ടു ടെൽ ദാറ്റ് ഐ ഹാവ് ഡൺ ഈ കേസ് ഞാൻ ചെയ്തതെന്ന് പറയാറില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിലാണോ എന്ന് അറിയില്ല, പേഷ്യൻസ് ഡു ടെൽ ഓക്കെ ഐ വോണ്ട് ടു സേ, എനിക്കൊന്ന് പറയണമെന്നുണ്ട്, വി ക്യാൻ സേ, വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, ദേ സേ. അപ്പൊ നേരത്തെ ഞാനത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും അവരൊക്കെ ആണെങ്കിലും അവർ ഓപ്പണായിട്ട് ദേ സേ ഐ ഗോട്ട് ഇറ്റ് ഡൺ ദെയർ. അപ്പോൾ ബിക്കോസ് അവർ ആ ഹാപ്പി ആയതുകൊണ്ടാണ്. എസ്പെഷ്യലി ഇപ്പോൾ ആര്യൊക്കെ ആണെങ്കിൽ എനിക്ക് ഷീ ഗേവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ഹർ യൂട്യൂബ് ചാനൽ ഫോർ ബിക്കോസ് ഷീ ഗോട്ട് ഇറ്റ് ഡൺ വിത്ത് മീ. അത് ഷീ ഈസ് വൺ പേഴ്സൺ. ഞാൻ പറഞ്ഞ എല്ലാവരും പറയണ്ടെന്ന് പറഞ്ഞാലും ഷീ ഈസ് ഹാപ്പി ടു സേ, അതെന്ന് വെച്ചാൽ അവരുടെ കോൺഫിഡൻസിൽ. പക്ഷെ ഐ വിൽ സേ ഷീ ഈസ് വൺ പേഴ്സൺ വിത്ത് ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. അതിന്റെ മുകളിൽ നമുക്കൊരു കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. ഇൻ ജനറൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ, ട്രാൻസ്ഫോർമേറ്റീവ് കറക്ഷൻസ് ചെയ്യുമ്പോൾ ലൈഫിൽ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ചേഞ്ചസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറുകയാണ്. ഇപ്പോൾ പല്ലില്ലാതെ കുറേ നാളിരുന്നിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് യുവർ ഡൈജഷൻ ചേഞ്ചസ്. ഇപ്പോൾ പല സമയത്ത് വായിൽ പല്ലില്ല, ഫ്രണ്ടിൽ മാത്രം 4 പല്ലുണ്ട്, ചിരിക്കും, ബാക്കിലൊക്കെ ഇങ്ങനെ അയ്യപ്പാസ് പോലെയാണ്, ഇങ്ങനെ ഒരു വിശാലമായ ഷോറൂമാണ്, ഒരു ഒറ്റ പല്ലില്ല ബാക്കിൽ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പല്ല് വെച്ച് കഴിയുമ്പോൾ ഫേസിൻ്റെ ഹൈറ്റ് കൂടുന്നത്, പോസ്റ്റർ കറക്റ്റ് ആവുന്നത്, ഭക്ഷണം മര്യാദയ്ക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നത്. ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന് ഡൈജസ്റ്റ് ചെയ്യാനാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് വിഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് അത് പോവുള്ളൂ. ആൻഡ് മാക്സിമം ടു മാക്സിമം ഓൺലി ദ ഫാറ്റ് ഗെറ്റ്സ് അബ്സോർബ്ഡ്, സോ യു ഗെറ്റ് പുട്ട് ഓൺ വെയിറ്റ്. ഇപ്പം മര്യാദയ്ക്കല്ല ചവയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചവച്ചരച്ച് കഴിക്കാത്ത ഭക്ഷണം നമുക്ക് ആമാശയത്തിൽ കിടന്ന് പ്രശ്നം ഉണ്ടാവില്ല. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഭംഗി തിങ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ് എസ്തെറ്റിക്സ്, ഇറ്റ്സ് ഫങ്ഷൻ, എ ലോട്ട് ഓഫ് ലൈഫ് ഇൻ ഇറ്റ്. അതാണ് കാര്യം. അപ്പോൾ ഡോക്ടറിൻ്റെ എന്തായാലും ഇന്നത്തെ ടോക്കിൽ നിന്ന് ഞാനൊരു തീരുമാനം എടുത്തു, 6 months കൂടുമ്പോൾ എന്തായാലും ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്തായാലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഷോർട്ട് ടൈം കൊണ്ട് കിട്ടി. അപ്പോൾ ഡോക്ടറിന് ഇനി ഒരുപാട് ആളുകളിൽ ചിരി കൊണ്ടുവരാൻ പറ്റട്ടെ, സ്മൈൽ മേക്കേഴ്സും ട്രാൻസ്ഫോർമേഷൻസും കൊണ്ടുവരാൻ പറ്റട്ടെ. തന്നതിലും വളരെ നന്ദിയുണ്ട്. സംസാരിക്കാൻ വേണ്ടി ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എന്താ പറയുക, ദ ടോക്ക് വാസ് വെരി സിമ്പിൾ ആൻഡ് നൈസ്. Thank you so much. Thank you so much, doctor, for coming.